നനഞ്ഞു നോക്കി ആൾക്കാരിന്ന് കാണിച്ചു കൊടുത്തേ. ഫുള്ള് കുളിയായിരിക്കേ. ഇവർക്ക് കിളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. നമുക്ക് ഇവിടെ ഇരുന്ന് കുളിക്കണോ അതോ നമുക്ക് അതിനകത്ത് പോയിരുന്ന് കുളിക്കണോ? നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്ക് നമ്മൾ കമന്റ് ചെയ്ത് ചോദിച്ചായിരുന്നു നമ്മുടെ കിളിക്കൂട്ടിൽ ഒരു വാട്ടർഫോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്നാണ്. അതിനകത്ത് വന്ന കമന്റ് ഫുൾ വാട്ടർഫോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വാട്ടർഫോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിളികൾ എന്ത് ചെയ്യും, കിളികൾ അതിനകത്ത് കുളിക്കുമെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അതിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ 2 വാട്ടർഫോൾ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ട്. വിശ്വാസം വരുന്നില്ല, ആയിരിക്കും കാണിച്ചു തരാം. ദേ ഞാൻ പറഞ്ഞ ആൾക്കാർ ദേണ്ടിരിക്കുന്നു, 2 ഡയമണ്ടോ ഇരിക്കുന്നു. ജിനോശ ഇതിനകത്ത് വാട്ടർഫോൾ എന്ന് പറയുന്നത് വിശ്വാസം വരുന്നുണ്ടോ? കവറിനകത്ത് എന്ത് വാട്ടർഫോൾ ആണല്ലേ, കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ വന്നേ തുറന്നേ, ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കിളിക്കൂട് കണ്ടല്ലോ. നമ്മളാണെങ്കിൽ നമ്മുടെ കിളിക്കൂട്ടിലുണ്ടല്ലോ ഒരു ചെറിയൊരു നെറ്റിനകത്ത് നമ്മൾ കുറേ പായലിട്ടിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് പായലിട്ട് കഴിഞ്ഞാൽ അത് മീനുകൾ മൊത്തം തിന്നു തെറിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ആ പൈപ്പ് ഉണ്ട്, ആ പൈപ്പിന് അടിയിൽ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട്. നെറ്റിനകത്താണ് പായലിട്ടിരിക്കുന്നത്. അപ്പോൾ വേറെ മീനുകൾക്ക് അതിനകത്ത് കയറാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കാർപ്പ് നമ്മുടെ പായൽ തിന്നത്തുമില്ല. അപ്പോൾ നമ്മുടെ കിളികളെല്ലാം നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. എല്ലാവരും അവിടെയുണ്ട്. ഞാനിപ്പോൾ കിളികളെ കാണിച്ചു തരുന്നില്ല കേട്ടോ. ഞാൻ അതിന് മുമ്പ് നമ്മുടെ വാട്ടർഫോൾ കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുമായിരിക്കും. നമ്മുടെ ഇത് പൊട്ടിക്കാം കേട്ടോ. ഇത് ചെറുതാണേ. ഇത് ഞങ്ങൾ ഓൾറെഡി പൊട്ടിച്ച് നോക്കിയതാണ്. നമ്മളിതിൻ്റെ വർക്കിംഗ് ഒന്നും നോക്കിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫോൾ ഐ മീൻ സോറി ഫൗണ്ടൻ ആണ് കേട്ടോ. ഫൗണ്ടൻ ഇത് കണ്ടോ, എന്നറിയോ? ഇത് കണ്ടോ, ഒരു സൗണ്ട് കേട്ടോ. അതെന്നെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് വേറെ എന്തൊക്കെ സാധനം വെക്കാനുണ്ട്. ഇതാണ് നമ്മുടെ ഫൗണ്ടനിൽ നിന്ന് വെള്ളം ചീറ്റുന്ന സാധനം. അത് നമ്മളിത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. ഇതിനകത്ത് വേറെ കുറേ സാധനമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമുക്ക് പൊക്കി വെക്കാൻ വേണ്ടി പറ്റും. നമ്മളിത് ഈ ഒരു പൈപ്പ് എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഓ എൻ്റെ പൊന്നോ, ഇതാര് ഇവിടെ വല്ല ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നാണോ? ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, മോട്ട് ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹൈറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ തുളകളുണ്ട്. അപ്പോൾ അത്രയും തുളകളുടെ വെള്ളം വരും. അത് വരണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഇതേ അതിന് പകരം ഇത് മാറ്റിയിട്ട് നമുക്കിത് വെക്കാം കേട്ടോ. ഇതിൽ കുറച്ച് ഹോൾസേ ഉള്ളൂ. ഞാൻ ഒച്ച കേൾക്കുന്ന എന്നു പറഞ്ഞു തരാം കേട്ടോ. ഇത് കറണ്ടും ബാറ്ററി ഒന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഫൗണ്ടൻ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഫൗണ്ടൻ ഇത് കുറച്ചുകൂടെ വലുതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ സാധനം മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാം. ആരും മേടിക്കണമെന്ന് പറയത്തില്ല. ഇനി വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. കാര്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് മേടിക്കുന്നത്. നമ്മളിത് മേടിക്കണമെന്ന് ഒരു ഗ്യാരണ്ടിയും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലുതാണ് കേട്ടോ. ഇതിൻ്റെ നേരെ ഇരട്ടിയുണ്ട് കവർ. 4 വോൾട്ട് സോളാർ ഫൗണ്ടൻ വാട്ടർ പമ്പ് വിത്ത് പാനൽ. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഇത് സോളാർ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഫൗണ്ടൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ചുമ്മാ ഇടുവാണെങ്കിൽ ഇതിനകത്തോട് വെള്ളം ഇങ്ങനെ പൊങ്ങിച്ചാടും എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇത് വർക്ക് ആവോ ഇല്ലയോ. കവർ മാത്രം വലുതുള്ളായിരുന്നു. അപ്പോൾ അല്ല, ഇത് ആക്ച്വലി ഇച്ചിരി വലുതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ടപോലെ തന്നെ ഇതിനകത്തൊരു കവറുണ്ട്, പിന്നെ ഒരു മാനുവലുണ്ട്. മാനുവൽ നമുക്ക് ആവശ്യമില്ല. ഇത്രയും കുഞ്ഞു സാധനത്തിന് മാനുവലിൻ്റെ ഒന്നും ആവശ്യമില്ല. ചേമ്പലിയുടെ ഷേപ്പ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട് അല്ലേ. രണ്ടിനും ഏകദേശം സെയിം പ്രൈസാണ്. 1000 രൂപ സംതിങ് ആണ് കേട്ടോ. പക്ഷേ ഇത് നല്ല വലുതാണ്. ഇത് 1000 രൂപയും ഇത് 1200 സംതിങ്. പ്രൈസ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. രണ്ടും ഇങ്ങനെ ഒച്ച കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂടെ അസംബിൾ ചെയ്യാം. സെയിം സാധനമാണ്, എനിക്ക് തോന്നുന്നു സെയിം ബ്രാൻഡാണെന്ന് തോന്നുന്നു. ഈ ഒരു ഇലയുടെ സാധനം മാത്രമേ കൂടുതലുള്ളൂ, വേറെ ഒന്നും കൂടുതലില്ല. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫൗണ്ടൻ സെറ്റാണ്. നമുക്ക് ഇതിൻ്റെ അടിയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടല്ലോ, മോട്ടറുണ്ട്. ഇത് സോളാർ പമ്പിൻ്റെ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സാധനമാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. രണ്ടിൻ്റെ അടിയിൽ സംഭവം സെയിം ആണ്. അപ്പോൾ ആക്ച്വലി ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സെയിം ബ്രാൻഡാണ്. ഈ ഒരു ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതല്ലേ. നമുക്ക് വെള്ളത്തിലിട്ട് നോക്കാം കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒട്ടും വെയിലില്ല കേട്ടോ. നമ്മൾ വെയിലിന് ഇപ്പോൾ പിടിക്കുമ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ ഫുൾ വർക്കിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് മോട്ടർ കറങ്ങുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ നട്ടുച്ച സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതേ കണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഞാൻ കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലോ ഈ സാധനം നല്ല രീതിയിൽ മോട്ടർ വർക്ക് ചെയ്യുന്നത് എനിക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടോ, വെയിൽ ആ ഡയറക്ഷനാണ്, ഭയങ്കര സ്പീഡിലാണ് കറങ്ങുന്നത്. നമുക്കിത് വെള്ളത്തിൽ വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, തെറിക്കോ നോക്കാം. പ്രത്യേകിച്ച് ഗൈസ് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ തെറിക്കുന്നുണ്ട്. പക്ഷേ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ഇതേലും ഉണ്ട് കേട്ടോ. പക്ഷേ അങ്ങ് സ്പീഡ് വരുന്നില്ല. എന്നാ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. അടിപൊളി. അങ്ങനെ 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൗണ്ടൻ കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ വലിയ സംഭവമൊന്നുമില്ല. 1000 രൂപയ്ക്കുള്ളതൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ കിളികളുടെ റിയാക്ഷൻ നമുക്ക് അറിയണം. പക്ഷെ നമ്മളിത് ഇവിടെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് ഒഴുകിപ്പോവും. ഇപ്പോൾ ഒഴുകിപ്പോയി നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റത്തില്ല. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ, എടുത്ത് കരക്കി വെക്കാം. കരക്കി വെച്ചാൽ ഈ സാധനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇത് ഇവിടെ ഒരു ബേസിൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബേസിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അതിനകത്തേക്ക് ഇടാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ബേസിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്ത് കറക്റ്റ് വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ സോളാറിൻ്റെ സാധനം എടുത്ത് ഇതിനകത്തേക്ക് വെക്കുവാണ് കേട്ടോ. ഇതാകുമ്പോൾ എങ്ങോട്ട് ഒഴുകി പോകത്തില്ല. നമുക്ക് ഇവിടെ റിയാക്ഷൻ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഒരെണ്ണം ഈ സൈഡിലും വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെള്ളം തെറിക്കത്തില്ല കേട്ടോ. ഒരു ഇച്ചിരി സമയം എടുക്കും വെള്ളം തെറിക്കാനായിട്ട്. ഇത് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് പൊങ്ങിച്ചാടുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, അടിപൊളി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇത് വരുന്നില്ലൊന്നും. ഒരു കാര്യം നമുക്ക് നല്ല വെയിലുള്ള എടുത്തെടുത്ത് വെക്കാം. നമുക്കിവിടെ നോക്കാം കേട്ടോ. ഇവിടെ നല്ല വെയിലുണ്ട്.
ഇവൻ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പൈസ കൂടുതൽ കൊടുത്ത് ഈ സാധനത്തിനാണ് കേട്ടോ. ആമസോണിൽ നമ്മളിങ്ങനെ പരിചയ സാധനം മേടിക്കുമ്പോഴേക്കും ഇതൊരു പതിവാണ്. എന്താണെങ്കിലും ഉണ്ടല്ലോ, നമുക്കിനി ഒരു ക്യാമറയൊക്കെ ആയിട്ട് അങ്ങേ സൈഡിലേക്ക് മാറി നിൽക്കാം. എന്നിട്ട് നമുക്ക് കിളികളുടെ റിയാക്ഷൻ ഒന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് മഴയൊക്കെ ഇപ്പോൾ ഇവന്മാരൊന്ന് കുളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കുളിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. രാവിലെ ആയതുകൊണ്ട് നമ്മുടെ ആമ്പലെല്ലാം വിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 11 മണി വരെ ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കും. അതിനുശേഷം ഇത് വാടിപ്പോവും. നമ്മുടെ ഫൗണ്ടൻ അവിടെ ഇരിപ്പുണ്ട്. നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പുല്ല് കൊണ്ടുവച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പുല്ല് വെച്ച് കഴിയുമ്പോഴേക്കും കിളികൾ വരുന്നതാണ്. പക്ഷേ ഇന്ന് വന്നത് ചോട്ടുമൂട്ടുമാണ് കേട്ടോ. അവന്മാർ അടിപൊളിയായിട്ട് വന്നിട്ട് നമ്മൾ കിളികൾക്ക് വെച്ച പുല്ലൊക്കെ തിന്നിട്ട്, രാവിലെ നല്ല വെയിലാണല്ലോ, അപ്പോൾ പയ്യെ കുറച്ചങ്ങ് മാറിയിട്ട് വെയിൽ കൊണ്ട് കിടപ്പ്. ഇതൊരു സ്ഥിരം പതിവാണ് കേട്ടോ. ഇവർക്ക് ഈ വെയിൽ കൊള്ളാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് മുയലിന് മാത്രമല്ല, നമ്മുടെ കിളികൾക്കും വെയിൽ കൊള്ളാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ കുറച്ച് മാറി സൈഡിൽ കിടന്ന് നല്ല ഉറക്കമാണ്. നമ്മൾ ബാക്കി കിളികളെ ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതാണെങ്കിൽ നമ്മുടെ കൂട്ടിൽ വിരിഞ്ഞുണ്ടായ പ്രാവിൻ്റെ കുഞ്ഞിൽ ഒരെണ്ണമാണ്. മറ്റേത് ഏതോ ഒരു മരത്തിൻ്റെ അടിയിൽ എവിടെയോ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവരെ കുളത്തിൽ നിന്ന് കുളിക്കുകയോ ഒക്കെ ചെയ്യും. നല്ല രീതിയിൽ പറക്കാറായിട്ടുണ്ട്. അങ്ങനെ 2 ഫിഞ്ചസ് വന്നിട്ടുണ്ട്. ഫിഞ്ചസ് ആക്ച്വലി ആ മണ്ണ് നനഞ്ഞെടുത്ത് വന്നിരുന്നിട്ട് ഇവർ മണ്ണ് നനഞ്ഞെടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പെറുക്കി തിന്നുന്നതാണ്, എന്നൊന്നും നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ കൂടുണ്ടാക്കാനുള്ള പുല്ലും പെറുക്കിക്കൊണ്ട് പോവാണ്. ഫിഞ്ചസ് ആണെങ്കിൽ അവർ സ്ഥിരമായിട്ട് കുളിക്കുന്നൊരു സ്ഥലമുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്നൊരു സ്ഥലം കണ്ടോ, ഇവിടെ ഇവർ സ്ഥിരമായിട്ട് കുളിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു 3 വന്നിരിപ്പുണ്ട്. ഇവരാരും നമ്മുടെ ഫൗണ്ടിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. പിന്നെ നമ്മൾ നോക്കിയൊരു കാര്യമുണ്ട്, ഇവർ പെട്ടെന്നൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അവർ അതിലൊന്നും കയറി ഇരിക്കത്തൊന്നുമില്ല. ഇവർക്കൊരു കുറച്ച് ദിവസം വേണം പരിചയം. നമ്മുടെ ജാവയൊക്കെ പയ്യെ സൈഡിൽ നോക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു ഫൗണ്ടൻ നോക്കുന്നുണ്ട് കേട്ടോ. ചോട്ടുമോട്ടും ആണെങ്കിൽ എഗെയിൻ അവരുടെ അടുത്ത കഴിപ്പിൻ്റെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കുളത്തിൻ്റെ സൈഡിലൊരു സ്ഥലത്ത് കയറിയാണ് അവൻ കഴിക്കുന്നത്. വെള്ളത്തിൽ പോത്തൊന്നുമില്ല. അങ്ങനെ ജാവയൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്. പക്ഷേ അവരാരും നമ്മുടെ ഫൗണ്ടൻ്റെ അടുത്തേക്ക് മാത്രം കയറുന്നില്ല. ഡയമണ്ട് ഡവ് എന്ന് പറയുന്ന സാധനം കുളിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ കൂട്ടിൽ കുളിക്കാത്തൊരു കിളിയുള്ള എനിക്ക് തോന്നുന്നു ഡയമണ്ട് ഡവ് എന്ന് തോന്നുന്നു. ജാവയും ഫിഞ്ചസും വന്നിട്ട് കുളിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കൂട്ടിൽ മുട്ടയുണ്ട് കേട്ടോ. ഫിഞ്ചസൊക്കെ ഇരുന്ന് എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഐഡിയ ഇല്ല ഇവന്മാർ വന്ന് കുളിക്കുമെന്ന്. ഇത് നമ്മൾ മേടിച്ച പുതിയൊരു ഫിഞ്ചാണ് കേട്ടോ. നമ്മുടെ വെറൈറ്റി ഒരു ഫിഞ്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. ഇന്ന് നമുക്ക് എന്തായാലും ക്ലിയർ വ്യൂ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയൊരു വെറൈറ്റിയും കൂടി ഉണ്ട്. ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കോമ്പസ് ഫിഞ്ച്. ഇത് അത്യാവശ്യം വെറൈറ്റിയാണ്. നമ്മുടെ കിളിക്കൂട്ടിലുള്ളതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഫിഞ്ചുകളിലൊരെണ്ണമാണ്. ജാവയൊക്കെ നോക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഈ വെള്ളം ഇവർ നോക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. ശരിക്കും ഈ ഒരു മരമാണ് കിളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവർ ഏറ്റവും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നതും അതുപോലെ ജാവയും ഫിഞ്ചസ് ഏറ്റവും കൂടുതൽ നേരം ഇരിക്കുന്നതും ഈ ഒരു മരത്തിലാണ്. അതുപോലെ ഏറ്റവും കൂടുതലുള്ളത് ഇവർ തന്നെ ഉണ്ടാക്കിയ ഏറ്റവും കൂടുതലുള്ളതും ഈ ഒരു മരത്തിലാണ്. അത് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ജാവ ഫിഞ്ചസ് ഉൾപ്പെടെ ഒരു 50 കിളിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആ മരത്തിൽ ഇരിപ്പുണ്ട്. അവർക്ക് അതിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി നമ്മൾ കാണിക്കാൻ മതി ഇത് കണ്ടോ. ഇതാണ് നമ്മുടെ ലോനപ്പൻ, നമ്മുടെ റോസമ്മയും ലോനപ്പനും. ഇത് നമ്മുടെ ബോബനും മോളയും. ഇതാണ് മോളി കേട്ടോ, കംബോഡിയൻ സ്ക്വിറലാണ്. ഇത് ഇവള് കണ്ടോ, ഇവള് നല്ല അത്യാവശ്യം ഇവളുടെ കളർ ഇച്ചിരി കൂടിയിട്ടുണ്ട്, ഇച്ചിരി കൂടെ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി വരുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ കൊടുക്കുമ്പോഴേക്ക് ഇവർക്ക് നട്ട്സൊക്കെ കൊണ്ട് കൊടുക്കുന്നതാണ്. ഇതാണ് ബോബൻ, ആക്ച്വലി കംബോഡിയൻ സ്ക്വിറലിൻ്റെ മെയിലാണിത്. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. അതാണ് നമ്മൾ ചെല്ലുമ്പോഴേക്കും തന്നെ ഇവർ നമ്മളെ നോക്കി വരുന്നത്. ഫീമെയിലിനെ അപേക്ഷിച്ച് ആക്ച്വലി മെയിൽ കുറച്ച് വലുപ്പം കൂടുതലാണ്, പക്ഷേ ആക്റ്റീവ് എപ്പോഴും ഫീമെയിലാണ് കേട്ടോ. നമ്മുടെ കോക്കറ്റെയിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ കോക്കറ്റെയിലും നമ്മുടെ ചോട്ടും മോട്ടും ഭയങ്കര കമ്പനിയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമാണ് ഇരിക്കുന്നത് കാണാനായിട്ട്. നമ്മൾ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ഫൗണ്ടൻ്റെ അടുത്ത് മാത്രം ഇതുവരെ ആരും വന്നില്ല. ആരും കുളിക്കാനായിട്ടൊന്നും വന്നില്ല കേട്ടോ. നമ്മൾ വീണ്ടും ക്യാമറയുടെ മാറിയിരുന്ന് വെയിറ്റ് ചെയ്യണം. ആക്ച്വലി ഒരു ദിവസത്തെ പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ആക്ച്വലി ക്യാമറയൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നമ്മുടെ പ്രാവുകൾ ആക്ച്വലി ഇപ്പോഴാണ് ആക്റ്റീവ് ആയത്. അവർ കുളത്തിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കാൻ വേണ്ടി തുടങ്ങി. ഇത് നോക്കിയാൽ എല്ലാവരും സൈഡിലുണ്ട്. എല്ലാവരും ഇങ്ങനെ ഓരോ ഇലയൊക്കെ കൊത്തിപ്പറിച്ച് നടക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് നമ്മുടെ കറമ്പൻ, അവൻ നമ്മുടെ കുളത്തിൻ്റെ അടുത്ത് വന്നു. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ പ്രാവ് വന്ന് കുളിക്കുമെന്ന്. ഞാൻ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം നമ്മുടെ ഫിഞ്ചസ് ജാവ വരുമെന്നാണ്. അങ്ങനെ നമ്മുടെ കറമ്പൻ വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ അടിയിൽ പോയി നിൽക്കും. അപ്പോൾ വെള്ളം തെറിക്കുന്നുണ്ടല്ലോ, ആ തെറിച്ച് ദേഹത്ത് വീഴുന്ന വെള്ളം കൊണ്ട് പുള്ളി മാറി എന്ന് കുളിക്കുകയാണ് കേട്ടോ. അപ്പം മേലെ കയറിയില്ല, കയറുകയാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നു. പക്ഷേ പുള്ളി മേലെ കയറിയില്ല. ഇവനങ്ങ് അടുത്ത് ചെന്നിട്ട് ആ സൈഡിൽ നിന്ന് തെറിച്ച് വീഴുന്ന 1-2 വെള്ളത്തുള്ളി വെച്ചിട്ട് പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് കുളിക്കുകയാണ്. ഇത് കണ്ടോ, പുള്ളി വെള്ളം വീണിടത്തെല്ലാം പുള്ളിയുടെ ദേഹത്തെ രോമമൊക്കെ പുള്ളി തൂവലൊക്കെ പുള്ളി അത് വൃത്തിയാക്കിയിട്ട് തിരിച്ച് പിന്നെയും പോവാണ്. കണ്ടോ, അത്രയും വെള്ളമുള്ളൂ. പുള്ളി ഇറങ്ങി കുളിക്കുന്നത്. സാധാരണ ഇവർ കുളത്തിലാണെങ്കിൽ ഇവർ മൊത്തത്തിൽ ഇറങ്ങി കുളിക്കുന്നതാണ്. പക്ഷേ ആ ഒരു സംഭവം കാണിച്ചില്ല. എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കണം. ബാക്കി എല്ലാവരും വന്നിരിപ്പുണ്ട്, പക്ഷേ ആരും അങ്ങോട്ട് കുളത്തിനങ്ങോട്ട് കയറിയില്ല കേട്ടോ. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാനും വിചാരിച്ചുകൊണ്ടിരുന്ന ഇവൻ മേളിൽ കയറി ഫൗണ്ടനൊക്കെ എക്സ്പ്ലോർ ചെയ്തതാണ്. പക്ഷേ ആരും വന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് ആക്ച്വലി ഇനി ഈ ഒരു വാട്ടർ ഫൗണ്ട് നമ്മുടെ കുളത്തിൽ വെക്കാൻ വേണ്ടി പോകണം. കാരണം നമുക്ക് പവർ ലോസ് ഒന്നുമില്ല.
ഇതെന്താണെങ്കിലും കുളത്തിൽ കിടക്കുകയും ചെയ്തോളും. അപ്പോൾ ഇനി ഇത് വരുന്ന വീഡിയോസിനകത്ത് എപ്പോഴെങ്കിലും ഇവർ എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് വീഡിയോ എടുക്കുന്നതാണ്. ഇവൻ്റെ കുളി ഏകദേശം കഴിഞ്ഞതാവുന്നു. പുള്ളി ഇനി വെയിൽ കൊണ്ട് ഉണക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നമ്മളെന്താണെങ്കിലും നമ്മുടെ ഫിഞ്ചസും ജാവയൊക്കെ കുളിക്കുമെന്ന് നോക്കിയിട്ട് അവരാരും വന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തൊമ്മനെയും ജാനുവിനെയും കൂടെ കുളിപ്പിക്കാൻ വേണ്ടി പോകണം. ഇവരുടെ റിയാക്ഷൻ നോക്കാം. ജാനുവിനെ ആക്ച്വലി നമ്മൾ ഇതുവരെ കിളിക്കൂട്ടിൽ അഴിച്ചു വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാർ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി പേടിച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. എനിക്കൊന്ന് വെയിൽ കൂടുതലുള്ള സമയത്ത് ഇത് ഭയങ്കര പവർ ഇതുണ്ട്. ഏകദേശം ഒരടി പൊക്കത്തിലൊക്കെ വരുന്നുണ്ട്. ജാനു ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ജാനുവിൻ്റെ സംഭവം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ബാ വേണേ കാര്യം ഇവിടെ ഒത്തിരി കിളികൾ കരയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവൾക്ക് പരിചയമില്ലാത്ത കുറേ സൗണ്ടുകളുണ്ട്. ബാ ബാ. അപ്പോൾ നമ്മൾ പുള്ളിക്കാരിനെ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കുവാണ് കേട്ടോ. അയ്യോ, അവൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യണ്ടേ? നമുക്ക് ഇവിടെ ഇരുന്ന് കുളിക്കണോ അതോ നമുക്ക് അതിനകത്ത് പോയിരുന്ന് കുളിക്കണോ? എടി പെണ്ണേ, നീ അങ്ങോട്ടേ പറന്നു പോകുന്നേ. ഇവൾക്ക് എനിക്ക് വന്ന് എല്ലാം കൂടെ കണ്ട് പേടിച്ചിരിക്കുന്നത്. ഇതുണ്ടോ ഇവളെ ചിറകൊന്നും ഫുള്ളി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഒരു പേടിച്ച് കഴിയുമ്പോഴാണ് ഇതുണ്ടോ ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കുന്നുണ്ട്. ഇത്രയും പറന്നിട്ടാണ് കേട്ടോ. പിന്നെ ഇവളാണെങ്കിലും അധികം പറക്കുന്നൊന്നുമല്ല പിന്നെ ഇവളാണെങ്കിലും അധികം പറക്കുന്നൊന്നുമില്ല. പറക്കാറായി വരുന്നേ ഉള്ളൂ. എന്നാ പേടിച്ചിരിക്കുന്നത്? എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും പുള്ളിക്കാരി നോക്കുവാണ് എന്നാ ചെയ്യേണ്ടതെന്ന്. നമ്മൾ ചെയ്ത 2 അറ്റംപ്റ്റും ഫെയിലിയർ ആയിരുന്നു. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ജാനു ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവനെ കുളിപ്പിക്കാൻ പോകണം. വളരെ സിമ്പിളാണ് കേട്ടോ. അത് ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് പൈപ്പ് ഓൺ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. കണ്ടോണേ. ഇനിയിപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ പയ്യെ ചെറുതായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി. പുള്ളിക്ക് പയ്യെ ഇഷ്ടപ്പെട്ടു. ഇനി ഫുള്ള് കുളിയായിരിക്കേ. ഇവർക്ക് കിളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഇങ്ങനെ വെള്ളം വീഴുന്നിടത്ത് കുളിക്കാനായിട്ട്. ഇതുണ്ടോ, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസിനകത്ത് തോമാശം കുളിക്കുന്നത് കാണിക്കുന്നത്. പുള്ളി ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യുവാണ്. അപ്പുറം ഇരുന്ന് ജാന് നോക്കുന്നുണ്ട് കാര്യം. നമ്മൾ ഉച്ചയുടെ വെള്ളം ഫോഴ്സ് കൂട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ഇവൻ്റെ റിയാക്ഷൻ എന്നാന്ന്. നമ്മൾ സ്ഥിരം കുളിപ്പിക്കുന്നതാണ്. ഒരു 4-5 മാസമായിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടോ, അയ്യോ തോമാച്ചൻ കയറി വന്നിരിക്കുകയാണ്. ഫുള്ള് നനഞ്ഞു കേട്ടോ. പുള്ളിക്ക് കുളിച്ചങ്ങ് മതിയായിട്ടില്ലേ ഇതുവരെ. നിങ്ങളിപ്പോൾ തൊമ്മനെ നോക്കിക്കഴിഞ്ഞാൽ തൊമ്മന ഒരു ചെറിയ വ്യത്യാസമുണ്ട്. തൊമ്മൻ്റെ കളറൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ തൊമ്മന് പനിയായിരുന്നു. അപ്പോൾ കുറേ ദിവസം ആൾ ഭയങ്കര ഡൗൺ ആയിരുന്നു കേട്ടോ. നമുക്ക് ഇച്ചിരി പേടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ആൾ റിക്കവർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളി എനർജറ്റിക്കാണ്. അപ്പോൾ നമ്മൾ തൊമ്മനെ സ്ഥിരമായിട്ട് കുളിപ്പിക്കുന്നതാണ്. പക്ഷേ ജാനു നമ്മൾ ഇതുവരെ കുളിച്ചിട്ടില്ല. പുള്ളിക്കാർ നോക്കുവാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാവേ. പുള്ളിക്കാർ ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം നമ്മൾ ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. തൊമ്മന് കറക്റ്റായിട്ട് അറിയാം. പൈപ്പ് ഓൺ ചെയ്യുമ്പോഴേക്കും അവിടെ വന്ന് കുളിക്കണം അറിയാം. പക്ഷേ ഇവൾക്ക് അത് അറിയത്തില്ല. ഞാൻ ഇച്ചിരി വെള്ളം കുറിച്ച് നോക്കട്ടെ. ഗൈസ് തുടങ്ങിയിട്ടുണ്ട്. ഇവൾക്ക് എവിടുന്ന വെള്ളം വീഴുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ആ ഒരു കൺഫ്യൂഷനാണ് പുള്ളിക്കാരി കുളിക്കാത്തതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ജാനുവിന് ഇത്ര കുളിപ്പിക്കുന്നുള്ളൂ. ഇത് ഫസ്റ്റ് ടൈമാണ്. നമ്മൾ ഇതുവരെ ഇങ്ങനെ കുളിപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ നമ്മൾ വെയിലത്ത് വെക്കാൻ വേണ്ടി പോകണം കേട്ടോ. തൊമ്മനെ ഇപ്പോൾ കൊണ്ട് ഒരുമാതിരി മുള്ളം പന്നീനെ കൂട്ടുണ്ട്. ഇത് നമ്മുടെ തല കാണിച്ചു കൊടുത്തേ. അപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ ഇനി ഇവന്മാരെ വെയിലത്ത് വെക്കും. ഇവന്മാരെ വെയിലത്ത് വെച്ച് കഴിയുമ്പോഴേക്ക് ഇവന്മാർ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിക്കോളും. ജാനുവിന് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ജാനുവിൻ്റെ ചെറുതൊക്കെ നനഞ്ഞു പോയി. അതുകൊണ്ട് പുള്ളിക്കാരി മൊത്തം ഒരുമാതിരി നനഞ്ഞ കോഴിനെ കൂട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ആൾ ഒത്തിരി ചെറുതായിപ്പോയി. ഇതുണ്ടോ ചെറുതൊക്കെ ഒന്ന് കാണി. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇതിന് പറക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇത് ഓൾറെഡി ഇതിന് പറക്കാൻ അറിയത്തില്ല അധികം. നനഞ്ഞിരിക്കുമ്പോൾ മസാജ് വേണോ? അപ്പോൾ കണ്ടല്ലോ, നമ്മൾ വിചാരിച്ചു പോയല്ലോ. ജിനോജും വിചാരിച്ചത് ഞാൻ കുളിക്കുമെന്ന് അല്ലേ? പക്ഷേ വെള്ളം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുടിക്കാൻ കൊടുത്തപ്പോൾ കുളിക്കാൻ ടെൻഡൻസി കാണിച്ചു. പക്ഷേ ഇപ്രാവശ്യം കാണിച്ചില്ല. എനിക്ക് തോന്നുന്നുണ്ടല്ലോ മറ്റു കിളികളുടെ സൗണ്ട് ഒക്കെ കേട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ്. പിക്സ് മീ സെവിൻ സിറിയക്, ജിനോസിറേ, ജാനു, തൊമ്മൻ, പപ്പ, മമ്മിയൊക്കെ അടുത്തുണ്ട്. ഓരോ പണിയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പറയാണ്ടെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. അടുത്ത വീഡിയോ കാണാം.